ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ടോപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ബൈ ഹൊവാർഡ് ഗാർഡ്നർ. ഇത് നമുക്ക് ചൈൽഡ് സൈക്കോളജിയിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഈയിടെയായിട്ട് ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് നമ്മൾ ന്യൂസിൽ കണ്ടു. ഒരു കുട്ടി മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ഡിവിഷൻ മാറ്റാൻ ശ്രമിക്കുകയുണ്ടായി. അങ്ങനെ മനം നൊന്ത് ആ കുട്ടി സൂസൈഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് അല്ലേ. അത് വല്ലാണ്ടൊരു ഡിസ്റ്റർബൻസ് എന്നിലുണ്ടാക്കി. കാരണം ഒരിക്കലും ഒരു ടീച്ചർ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മളെ ട്രെയിൻ ചെയ്യിക്കുന്നതിനെ കുട്ടികളെ മനസ്സിലാക്കി അവരെ പഠിപ്പിക്കാനാണ്. അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും പഠിപ്പിക്കാമല്ലോ. അപ്പം ചൈൽഡ് സൈക്കോളജി പഠിച്ചിട്ട് ടീച്ചറാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. കാരണം നമുക്ക് പല തരത്തിലുള്ള കുട്ടികളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ ഇദ്ദേഹം പറയുന്ന മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി എന്ന് പറയുന്നത് ഓരോരുത്തരും 8 തരം ഇൻ്റലിജൻസ് ഉണ്ട്. അപ്പോൾ ആ ഇൻ്റലിജൻസ് അനുസരിച്ച് ആ കുട്ടിയെ നമുക്ക് തിരിച്ചുവിടാൻ പറ്റണം. അതായത് മാത്തമാറ്റിക്കൽ സ്കിൽസ് അല്ലെങ്കിൽ സയൻറ്റിഫിക് സ്കിൽസ് ഉള്ള കുട്ടി ഒരിക്കലും നന്നായിട്ട് പടം വരയ്ക്കണമെന്നില്ല അല്ലേ. അപ്പോൾ നമ്മളൊരിക്കലും അയ്യോ എന്താ നീ വരയ്ക്കാത്തതെന്ന് ആ കുട്ടിയോട് നമ്മൾ ചോദിക്കാറില്ല. പക്ഷേ നന്നായി വരയ്ക്കുന്ന ഒരു കുട്ടിയോട് നമ്മളെപ്പോഴും മാത്സിന് മാർക്ക് പറയുമ്പോൾ നമ്മൾ ചോദിക്കും എന്താ നിനക്ക് പഠിച്ചുകൂടിയെന്ന് ചോദിക്കും. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻ്റലിജൻസ് ആ കുട്ടിയിൽ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, നന്നായി പാടുക എന്നുള്ള ആ ഒരു കഴിവ് അല്ലേ, നമ്മൾ പറയും ദൈവത്തിൻ്റെ ഗിഫ്റ്റ്, അത് ആ ഇൻ്റലിജൻസ്. അതുപോലെ തന്നെയാണ് മറ്റ് പഠന കാര്യത്തിലുമുള്ള ഇതെന്ന് പറയുന്നത്. എല്ലാവർക്കും എല്ലാ ഇൻ്റലിജൻസും ഉണ്ടാവില്ല. അപ്പം കുറച്ച് വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ്, അതായത് എഞ്ചിനീയർ, ആർക്കിടെക്ട്, അവർക്കൊക്കെ ആ ഇൻ്റലിജൻസ് കൂടുതലായിരിക്കും. പിന്നെ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റീഷ്യൻസ്, പിന്നെ ഫിലോസഫേഴ്സ്, കൗൺസിലേഴ്സ്, അവർക്കൊക്കെ മറ്റുള്ളവരായിട്ട് ഇടപെടാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉള്ള ഒരു കഴിവ് അവർക്കുണ്ടാവും. അപ്പോൾ അതുപോലെ എല്ലാവരിലും എല്ലാ ഇൻ്റലിജൻസും ഉണ്ടാവില്ല. പിന്നെ 9ാമതായ ഒരു ഇൻ്റലിജൻസും കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ആ തിയറിയിലോട്ട്. അതായത് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്, നമ്മുടെ നിലനിൽപ്പിനെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അതൊരു സ്പിരിച്വൽ ലീഡേഴ്സ്, പാസ്റ്റർമാർ, അവരൊക്കെ ആണ് ഇത് കുറച്ചുകൂടിയൊക്കെ മനസ്സിലാക്കി കുറച്ചുകൂടി ഹയർ ലെവലിലോട്ടുള്ള ഇൻ്റലിജൻസ് ആണത്. അപ്പോൾ അങ്ങനെ പലതരം ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയും. അതായത് ഡാൻസേഴ്സ്, ജിമ്മിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ, എല്ലാവർക്കും പറ്റില്ല. ജിമ്മിൽ നമ്മൾ പൈസ കൊടുത്ത് ചേരും, പക്ഷെ പിന്നെ നമ്മൾ പോവില്ല. അപ്പോൾ അത് ആ ഒരു ഇതാണ് അല്ലേ നമുക്ക്. അതുപോലെ തന്നെയാണ് ഈ മാത്സിലും സയൻസിലും ഉള്ള ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ. അത് മനസ്സിലാക്കാൻ ഒരു ടീച്ചർക്ക് പറ്റണം. അതില്ലാത്ത ഒരു കുട്ടിയെ അവൻ്റെ കഴിവനുസരിച്ച് തിരിച്ചുവിടാൻ ഒരു ടീച്ചർക്ക് പറ്റണം. അതാണ് ശരിക്കുള്ളൊരു ടീച്ചർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പ്രൊഫഷനുമായിട്ട് ലിങ്ക്ഡ് ആയതുകൊണ്ട് എനിക്കിത് എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം പാരൻസ് ആയാലും ഇത് അറിഞ്ഞിരിക്കണം. ഒരു 9ാം ക്ലാസ് എത്തുമ്പോൾ നമുക്ക് ഈ കുട്ടിയെ നമുക്ക് തിരിച്ചുവിടാൻ പറ്റണം. അല്ലെങ്കിൽ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മളൊരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് കുട്ടിയുടെ അടുത്ത് എന്താണ് അവൻ്റെ കഴിവെന്നുള്ളത്. അത് ചെയ്ത് അവന് പറ്റിയ കരിയർ നമ്മൾ അവന് തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടതാണ്. മാർക്ക് പറഞ്ഞ കുട്ടി ഒരിക്കലും മണ്ടനല്ല. കാരണം അവൻ്റെ വേറെ തരം ഇൻ്റലിജൻസ് അവനിൽ ഉണ്ട്. ഓക്കെ.